എത്ര ദിവസമായി? ആണോ? ഇന്നലെയൊക്കെ വെയിലുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെ വെയിൽ കുറവാണ്. അയ്യോ ആനാ വർത്താനം പറയുന്നല്ലേ ഉള്ളൂ. അമ്മ ഒന്ന് തിരിച്ചിട്ടെ, ഞാനിപ്പോ ചേട്ടാ കൊണ്ട് വിട്ടിട്ട് കേട്ടെ. വേദന ഒന്നുമില്ലല്ലോ? വേദന ഒന്നുമില്ല. ഇതുണ്ട് അല്ലേ? മങ്ങലുണ്ടെന്ന് തോന്നുന്നു. ക്യാമറയൊക്കെ ഉണ്ട്. മൂടിയത് ഇതൊക്കെ ഓണാക്കണം ഇടയ്ക്കൊക്കെ. എൻ്റെ ക്യാമറ ആണോ? അപ്പോൾ തണുപ്പായിരിക്കും, പുള്ളിക്ക് തണുപ്പുണ്ടല്ലോ. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇന്നും രാവിലെ പോകുന്ന സമയത്ത് കുറച്ച് തെളിച്ചമൊക്കെ കാണുന്നുണ്ട്, ചെറിയ വെയിലൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇത് കുറച്ച് നേരത്തെ തന്നെ കാണത്തുള്ളൂ തോന്നുന്നു. ആറ്റി വെള്ളം വന്നെങ്കിലും വലിയ വെള്ളമൊന്നും വന്നിട്ടില്ല മഴ പെയ്തിട്ട്. ഇങ്ങോട്ടായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഷാമ്പു പറയാം, എന്റെ പഴയ ലുക്ക് കണ്ടോ? സൂപ്പർ ലുക്ക് കേട്ടോ. അപ്പയുടെ സൂപ്പർ. ഇങ്ങോട്ട് നോക്കിയാ, കണ്ണിങ്ങോട്ട് നോക്കിയാ, കണ്ണ് ശരിക്കതായല്ലോ. Keep those hands up for tonight again. Even in another lifetime, find me there. And let's do tonight again. Even in another lifetime, find me then. And let's do it tonight.
down my name. Why don't you hear me wonder? Ooh, ooh. Oh, midnight highway, shining just like sin. Why don't you hear me wonder? Ooh, ooh. Tell me, river, where your current flows. Why don't you hear me wonder? Ooh, ooh. Oh, stop your freight train, little lost man ride. Why don't you hear me wonder? Ooh, ooh. Fare you well, darling, ain't coming back no more. Why don't you hear me wonder? Ooh, ooh. Who been whispering since I've been gone so long? Freedom calling. One night dancing, I might just fall in love. I know the DJ and I love this song. Me and you and the night feel so young. Every single moment has led up to this one. Whoa, did the stars align? Whoa, maybe it's a sign. We should do tonight again, even in another lifetime. Find me then, and let's do tonight again. First we keep problems are evaporating. Maybe I'm just guessing, but I've got a feeling. Whoa, we could dance all night. Whoa, not the end of time. We could do tonight again, even in another lifetime. Find me then, and let's do tonight again. Repeat, rewind until daylight. Repeat, rewind, and put your hands up. Oh, keep those hands up for tonight again, even in another lifetime.
വന്ന് ഇത്രയും നേരം മഞ്ഞില്ലായിരുന്നു, പെട്ടെന്ന് എവിടുന്നോ പറന്നു വന്നു. കുട എടുത്തോ, ഫോൺ എടുത്തോ, പൈസ എടുത്തോ? പൈസ എടുത്തില്ല. അപ്പോൾ അവർക്ക് എന്താ മേടിക്കണമെന്ന് പറഞ്ഞ്? ആ ഗൂഗിൾ പേ ചെയ്താൽ ശമ്പളം കിട്ടിയില്ലടി, ഇനി ശമ്പളം കിട്ടുമ്പോൾ തരാടി. അങ്ങനെ കണക്ക് പറയാനാണെങ്കിൽ ആ മുഖം വെച്ചുണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കും. പോയി കിടന്നുറങ്ങാം. ആറ് ഫോണ് നാരായണ ചേച്ചി വരുമ്പോൾ ടി വി വെച്ച് തരും കേട്ടോ. അവർ ആരുടെ ഫോണില്ല, ഞങ്ങൾ 2 ഫോൺ കൊണ്ടുപോയി കേട്ടോ. അറിയത്തില്ല എന്തിനു വേണേ കേട്ടോ, പറഞ്ഞ കേട്ടോ മോനെ. ചേച്ചി വരുമ്പം തരും. തെന്നുന്നുണ്ട്. ആ ഞാൻ ചിറ്റടി വരെ അല്ല ചോറ്റി വരെ പോവാ. ഇപ്പം ചിറ്റടി എന്നായി വരുന്നത്. പണ്ടൊക്കെ ചിറ്റടി എന്ന് പറഞ്ഞ് ചിറ്റടി എന്നായി. ചിറ്റടി കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് ചോറ്റി. ഇതെന്താണ്? കൊള്ളാലോ. അതിനെന്നറിയോ, ഞാൻ പറയാവേ. ഡ്രസ്സൊക്കെ പൊക്കി പിടിച്ചോണ്ടാ വരുന്നേ. കാണത്തില്ലായിരുന്നു, സാരില്ല. എനിക്ക് തന്നെ കുളിര് കോരുന്നല്ലേ. അവന് പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? ഗൈസ്, ഞങ്ങളുടെ ടീച്ചറിൻ്റെ താഴത്തെ പറമ്പിലുണ്ടായ മാങ്ങാപ്പഴമാണ്. പുളിയ മാങ്ങ.
ചേച്ചി മാങ്ങയുടെ പേര് ചേച്ചി തിന്ന് കാണിക്കും. എടുക്കാം. എനിക്ക് വയ്യ, ഞാൻ തന്നെ തിന്നെ കാണിക്കണോടി. നീ തിന്നായിരുന്നല്ലേ പന്നെ. ക്യാമറ ഞാൻ അങ്ങോട്ട് വെക്കും. ഇതെന്നാ സാധനം ഇത്? പുളിമാങ്ങ. അങ്ങനെയാണ് എൻ്റെ പേര്. നല്ല പഴമുള്ള മാങ്ങ ഇപ്രാവശ്യം വന്നപ്പോൾ പുളിയായിപ്പോയി. മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് നന്ന വിട്ടേക്കുക. ഞങ്ങൾ എറിഞ്ഞു തൂറാൻ. ഒരു കരിയുന്ന മണം. സത്യം പറഞ്ഞ വയറിൽ നിന്നുള്ള വയറ്റിൽ നിന്നുള്ള ആദ്യം ആയിരിക്കും അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മാങ്ങ ഇവിടെ ഇവിടെ അതും കൊണ്ട് പോകാതെ നീ പോകാതെ. ഓ അത് വലിച്ചോണ്ട് പോവാ സിൻഡ്രല്ല. സിൻഡ്രല്ല ആ അത് നല്ല കാര്യം. വയ്യ നടക്കാൻ, ശ്വാസം മുട്ടല. വൈശു മേസ്തിരിയോ? അയ്യപ്പോ നല്ല ഉപ്പിട്ട് നല്ല മധുരം ഇട്ട് നല്ല പതയുള്ള സോഡ ഒഴിച്ച്. പതയുള്ള സോഡയോ? കൈ ഇടാത്തൊരു നാരങ്ങ. പറയോ? 29 30 ദിവസം കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം തകടും. നല്ലതാണെന്നുള്ള യാദവം പറഞ്ഞ നോക്കൂ. ഞാൻ ജോലിച്ചല്ലേ. പിന്നെ നാളെ പറ, കൃത്യം വീഡിയോ എടുക്ക്. നാളെ പറ, നിന്റെ നാളെ പറ. മൂലനാള് സത്യമാണോ? സത്യമായിട്ട് മൂലം. എത്ര വയസ്സുണ്ട്? പഠിച്ചെന്ന് പറയാൻ പറ്റും.
രണ്ട് കാര്യങ്ങൾ. ഒന്ന് പഠിച്ചു ഒരാളിന്റെ ജാതകമായിട്ട് നാളും പേരും പറയാറ്. ഇപ്പൊ നാളും പേരും അറിയത്തില്ല. മോടെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അന്ന് ആ വരുന്ന സമയത്ത് ലഗ്നസ്ഫുടവും ചന്ദ്രസ്ഫുടവും സൂര്യസ്ഫുടവും നോക്കി നമ്മൾ കന്യാതി വാസനാമോസ് നോക്കി പറ്റുള്ളൂ. അത് അങ്ങനെയുള്ളവർക്ക് അത് ആ ടെക്നോളജി അത് നമ്മളെ പഠിപ്പിക്കുക. അവരാരും അതങ്ങനെ അവരുടെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പഠിപ്പിക്കുള്ളൂ, അല്ലാതെ നമ്മളെ പഠിപ്പിക്കുക. പിന്നെ ഞാൻ എന്നോട് പ്രൊഫഷണലായിട്ട് ഞാനത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ മാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനെല്ലാം ആദ്യം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇത് യഥാർത്ഥ സത്യങ്ങൾ അറിയോ? ഇതിൽ ശരിക്കും ഫിസിക്സ് ആയി ജ്യോതിഷം. കാര്യ കാരണം എന്താ മോൾ അനുഭവിക്കുന്ന സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും മുഴുവൻ കാര്യ ഈ ഫിസിക്സ് ആണ്, കർമ്മഫലമാണ്. ഇത് ആ ഈ തിയറി അത് പഠിപ്പിക്കുന്നവർ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഞാൻ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നല്ല കാലം എന്ന് പറഞ്ഞു. എന്റെ 30 വയസ്സാണ് ആട്ട മോനെ. എങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലാ മാറ്റം വന്ന അത് നീ പല പ്രാവശ്യം പറഞ്ഞല്ലേ. നിന്റെ നാളെ ഞാൻ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല സമയമാണ്. 7 ദശയോട് വരും. ഇന്നാളെ ദിവസം പാൻറ് ആരാണ്ട് പറഞ്ഞു എനിക്ക് 21 വയസ്സ് തൊട്ട് കഷ്ടകാലമാണ്, എന്റെ കല്യാണം 21 വയസ്സിലാണ്. അല്ല ഈ രാഹുലിന്റെ ദശയുണ്ടല്ലോ ഭയങ്കര ആഷ്ടത്തിന്റെ ശാസ്ത്രമാണ്. പിന്നെ അതുപോലെ പണവും പ്രശസ്തിയും കണ്ടുപോകാൻ നമ്മൾ തേടി വരും. ഇങ്ങനെയൊക്കെയുള്ള ദശാസന്ധി അത് മറുപടി പറഞ്ഞാൽ നമ്മള് ജനനസമയം അതൊന്നും വേണ്ട. ജനസമയം വേണ്ടത്. ജനസമയം നോക്കി ഇതെല്ലാം പറയാൻ പറ്റുള്ളൂ. ഞാൻ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള 800 കോടി ജനങ്ങളെ 800 കോടി ജനങ്ങൾ ലോകത്തിൽ പുറത്തുള്ളതാണ് പറയുന്നത്. ഇവരെല്ലാം 27 നക്ഷത്രത്തിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു ശാസ്ത്രമല്ലേ ഇത്? കുറെയൊക്കെ തെറ്റുമല്ലോ. പിന്നെ ചെയ്യുന്ന ആളിന്റെ ഉപാസനാമൂർത്തി, ചെയ്യുന്ന ആളിന്റെ വിശുദ്ധി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, MBBS എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കുന്നു, എല്ലാവർക്കും ചികിത്സിക്കുന്ന കഴിവുണ്ടോ? എല്ലാവരും TTC BEd ഒരുപോലെ പഠിപ്പിക്കുന്നു, എല്ലാവർക്കും പഠിപ്പിക്കാൻ കഴിവുണ്ടോ? ഇതൊന്നും പഠിക്കാത്ത TTC BEd പഠിക്കാത്ത പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സൊക്കെ എത്ര പേര് എടുക്കുന്നു അല്ലേ? ഒരു മണിക്കൂറിനൊക്കെ 10,000 രൂപ പഠിക്കുന്നവരായിരിക്കും. ഒരു മണിക്കൂറിന് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് അവരിങ്ങനെ ഒരു മണിക്കൂർ ഒരു ദിവസമൊക്കെ എടുക്കുന്നവർ 50,000 രൂപ മേടിക്കുന്നവരായിരിക്കും ഒരു ദിവസം എടുക്കുന്നവരെ ക്ലാസ് ഈ കമ്പനികൾക്കൊക്കെ വേണ്ടി. അപ്പം അതൊക്കെ ഇതിപ്പോൾ ജന്മസ്ഥമായ കഴിവാണ്. അത് ജ്യോതിഷം അതുപോലെ തന്നെ. അതൊക്കെ ഒന്നാമത് ഇതിനകത്ത് വേണ്ടതല്ല. നമ്മൾ സത്യസന്ധനായിരിക്കും. നമ്മൾ നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമ്മുടെ പ്രവൃത്തി പോയിരിക്കും നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ നമ്പർ 1 കാണുക. അതുപോലെ നമ്മുടെ ശാസ്ത്രത്തിലുള്ള അറിവ് പിന്നെ ഉപാസന ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ഇതൊന്നും ഇത് മുഴുവൻ കച്ചവടമല്ലേ? അതല്ലേ കുഴപ്പം പറ്റുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയും ഇന്നല്ല നമ്മളെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടി. ബാക്കിയൊക്കെ കുറെയൊക്കെ ഇത് പഠിച്ചു പോകാണ്ടല്ലോ. അന്തമാണ് വിശ്വസിച്ചു. ഇത് പഠിച്ചാൽ അതിൻ്റെ കാര്യകാരണ സഹിതം ഇതിൻ്റെ കാര്യങ്ങൾ ക്ലാസിക്കലായിട്ട് നമ്മൾ പഠിച്ചു പോയാൽ ബ്ലൈൻഡ് കിട്ടും. എനിക്ക് 65 വയസ്സുണ്ട്. എനിക്കൊരു മനസ്സിലാക്കി കിട്ടും ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ. ആ ഒരു എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? ഇവിടെ വന്നിട്ട് ഞാൻ 12 വർഷമായിരിക്കും. ഒരു രൂപ നോട്ട് ഒരു പൈസ ഞങ്ങൾക്ക് ഭക്ഷണം ഞാൻ മലപ്പുറത്തായിരുന്നു. ഞാൻ മലപ്പുറത്തായിരുന്നു. അപ്പം 1 രൂപ നോട്ട് ഞാൻ ഒരു നിമിഷം കൊടുക്കാനില്ല. ഒരു പൈസ ഒരു ഞാനത് ഇന്നലെ ചെയ്ത് തെറ്റായി പോയി ആ പ്രൊഫഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞൊക്കെ ചിലതൊക്കെ ശരിയായി പോകുന്നത്. അതാണ് എൻ്റെ വിശ്വാസമുണ്ട്. ഭൂമി ലാഭം, വാഹനയോഗം, ഗ്രഹനിർമ്മാണം എന്ന് വേണ്ട എല്ലാവിധ അയച്ചേട്ടാ. അടുത്ത വർഷം ഞാനൊരു ഓർഡർ എടുക്കും. ഈ വർഷം എടുക്കത്തില്ല, 30 കയറിട്ടേ എടുക്കത്തുള്ളൂ. അത് മതി, എന്നാ മതി. അല്ല പൈസ അവിടെ ചെന്നാ മതി. പപ്പടമൊക്കെ ഉണ്ടല്ലേ ഇവിടെ? ഇല്ലാത്ത ഏർപ്പാട് അയച്ചേട്ടൻ രാവിലെ ഇവിടുന്ന് 12 മണിക്കേ പോകത്തുള്ളൂ. രാവിലെ 5 മണിയാകുമ്പോ വരും. ഭായിമാർക്കുള്ള കാപ്പി 6 മണിക്ക് മുമ്പ് അയച്ചേട്ടൻ കട തുറക്കും. ദുഡ് ഉണ്ടാക്കണം എന്നുള്ളൊരു അങ്ങനെ നടക്കുന്നേ. 5 മണിക്കൂർ 8 മണിക്കൂർ അതെ ഇന്നോവയിലൊക്കെയാ നടക്കുന്നത്. പിന്നെ 12 പറഞ്ഞു വഹിച്ചോണ്ട് ഇന്നോവ എന്തി വഹിച്ചേട്ടാ? ഇന്നോവയല്ല ഹെർട്ടിയ. എത്രയാ എന്റെ?
ഓരെ അങ്ങനെ കൊടുത്ത ഇത് വേണ്ട ഇപ്പം എന്നാ 10 രൂപ ഗൂഗിൾ പേ എന്നിട്ട് 10 രൂപ ഉള്ളൂ ആ 10 ഗൂഗിൾ പേ ഉണ്ട്. വേണ്ട ഞാൻ കൊടുത്തോളാം. അതെ മറ്റേ അവിടെ ഉള്ളൂ. പിന്നെ 50 രൂപ മതിയോ? അല്ല 10 രൂപ മതി. 80 ആയില്ലേ? 10 രൂപ മതി. 80 രൂപ ഒരു 10 രൂപ കൂടെ കൊടുത്തോളാം. വിളിച്ചോ ആ ഓക്കെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ ആ മതി കേട്ടോ. പേര് ജയ. ജയ. വീട് വീട് ഇവിടെ മുണ്ടക്കത്ത്. നീരയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയ 5:30 ഇത്ര നേരമായിട്ട് വീട്ടിൽ പോയി. ശരിയല്ലേ നീ അവിടെ പോയി കിടക്കുക. നീ നാരങ്ങാവെള്ളം കുടിച്ച് ചായ കുടിച്ച് നടക്കുക. സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ എന്താ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു രസമാണ്, ഒരു സന്തോഷമാണ്. നിങ്ങൾ തന്നെ ഉപ്പാണോ എന്നാ നിങ്ങളൊക്കെ മേടിച്ചിട്ട് ചോറ് പോലെ ഉപ്പ് വിളമ്പി കഴിഞ്ഞാൽ അതിനെ കുറച്ച് പൈസ വണ്ടി പോകുന്നു. അതെങ്ങനെ അങ്ങനെ ഇറപ്പിക്കുന്നത്? റോഡിൽ ഇറക്കി പോകുന്നു. ഇറക്കത്താണെങ്കിൽ പൊക്കം കുറഞ്ഞ് കൂടിയതുണ്ടല്ലോ. S94 and 36V. വേറെ ടൈപ്പ് അപ്പിക്കുവാണ്. വേറെ RSQ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഷതും നീ ആയിക്കോളും. മറ്റേ ഗിരീശൻ പിടിക്കില്ല, ക്യാമറ പിടിക്കില്ല. പോലീസിനെ ക്യാമറ പിടിക്കുന്നത് ഞാൻ മെയിൻ അത്. സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മലയുടെ പുറകിലാവും. അമ്മ ഇന്ന് മീനെടുത്ത് ഞങ്ങൾ കുറച്ച് വർക്കിലായിരുന്നു.
പിന്നെ എന്താ പറയുക, നമ്മൾ എന്നോട് ആരോ ചോദിച്ചായിരുന്നു, നീ മുഖം നേരെ ആക്കി അല്ല ക്യാമറ ഫേസിലോട്ട് വെച്ച് ഇങ്ങനെ എന്താ വീഡിയോ എടുക്കാത്തതെന്ന്. എന്നാണോ ചോദിക്കരുതില്ല, എനിക്ക് അങ്ങനെ ഒരു സുഖം തോന്നിയല്ല. അതാണ് വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളേ ഒരുപാട് ദിവസമൊക്കെ വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. പക്ഷെ അവിടെ പോയി കഴിയുമ്പോൾ ഞാനും മീരയും കൂടിക്കഴിഞ്ഞാൽ എത്ര ഒരു എന്താ പറയുക, ഒരു ബോറവസ്ഥയും ഓക്കെയാണ് ഞങ്ങൾക്ക്. അപ്പം അതൊരു എന്താ പറയുക രസമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മീരയുടെ അടുത്തൊക്കെ ഒന്ന് പോയി ഒന്ന് ഹാപ്പി ആയിട്ട് എന്ന് വെച്ചാൽ വീട്ടിൽ ഹാപ്പി അല്ലെന്നല്ല എങ്കിലും ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരു രസമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മീരയുടെ അടുത്ത് പോകുന്നത് എനിക്കൊരു സന്തോഷമാണ്. എനിക്ക് വീട്ടിൽ സന്തോഷമില്ലെന്നല്ല, ഇത് എഡിറ്റ് ചെയ്യുമ്പം ചേട്ടാ ഓർക്കും ഇവൾക്ക് സന്തോഷമില്ലേ, അങ്ങനെ ഇവൾ ഹാപ്പി അല്ലേ എന്നാലോചിക്കും. പക്ഷെ അങ്ങനല്ല, സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ അത് വേറൊരു സന്തോഷം. എന്ന് വെച്ചാൽ താമസിച്ചായിരുന്നു, ഏറ്റവും കയറിയിട്ട് വയ്യ. അല്ലെങ്കിൽ ഒന്നും ആർക്കും വേണ്ടേ. കൃഷ്ണ നോക്കി, മരം കയറി കോഴികൾ. ചുമ്മാ അല്ല എന്നൊക്കെ കോഴിന്ന് വിളിക്കുന്നത്. നീ അവിടെ പോയിരിക്കരുത്, പറഞ്ഞ എൻ്റെ ചോദിച്ചതിൻ്റെ ആ ഒരു മീനിങ്. അമ്മേ അയ്യോ, എനിക്ക് തെറുതി വെച്ച് അമ്മ ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ തെറുതി വെച്ച് വലിയ തെറുതി കാണിക്കാതിരുന്നേ. അങ്ങോട്ടൊക്കെ വന്നോ, ഞാൻ അങ്ങോട്ട് പോട്ടെ, കൊച്ചിൻ്റെ അടുത്തോട്ടൊന്ന് പോട്ടെ. ലൈറ്റ് ലാമ്പ് പറഞ്ഞില്ലേ ശമ്പൂട്ടങ്ങി വന്നേ, കുറഞ്ഞോടാ ഇങ്ങ വാടേ, ഇങ്ങ് വന്നേ. അമ്മ ടി വി നിർത്തിക്കേ, വിളക്കത്തിക്കാൻ പോവാ. നിർത്തിക്കേ നാരായണി, ടി വി നിർത്തി ലൈറ്റ് ഇട്ടേ. ആ ഇച്ചിരി കുറവുണ്ട്. രാവിലെ കണ്ട് ഇത്രയും കാണത്തില്ലായിരുന്നു അല്ലേ. ഫോണോ? ശ്യാമമ്മയ്ക്ക് ഫോൺ മേടിക്കും നിന്നോട് ആരാ പറഞ്ഞേ? പോടി എടി, ഫോൺ മേടിച്ചോന്നല്ല, ഫോൺ അവിടെ ശാംഭവിക്ക് കാണാൻ കൊടുക്കണോന്നാ പറഞ്ഞ രാവിലെ. അത് നിനക്ക് കാണാൻ തന്നല്ലോ അമ്മ. തുണ്ടടിയേ ചിച്ചേ നമ്മുടെ പൊത്ത്, നിനക്കെന്തിനാ ഫോണ്? നീ ചെന്തിനാടി ഫോണ്? മുട്ടേന്ന് വിരിഞ്ഞോ നിനക്ക് ഫോണ്? ഒന്നാ മേടിച്ച, ഒന്നും മേടിച്ചില്ലടാ മോൻ. എന്റെ ഫോൺ ഇല്ലല്ലോ. അതെ, ടി വി ഓഫ് ചെയ്തേ, വിളക്കത്തിക്കാം. ടി വി ഓഫ് ചെയ്തേ. ഇനി തലക്കിട്ട് അടിക്കുവാണ് ഞാൻ മുടി മൊട്ട അടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. വളരെക്കൊന്നും പോകണ്ട. എന്റെ ഫോണിന്റെ കളർ പിസ്ത കളർ, പിസ്ത ഗ്രീൻ. നീയോ? എനിക്ക് ഫോൺ ഇല്ല. അല്ല, നിനക്ക് പിയുടെ ഡിഗ്രി. കഴിഞ്ഞ വർഷം മൊത്തം ബാഗ് ബ്ലൂ, വാട്ടർ ബോട്ടിൽ ബ്ലൂ, എല്ലാം ബ്ലൂവിന്റെ ആളായിരുന്നു. ഇപ്പൊ ഗ്രീനിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഒന്നും മേച്ചില്ലടാ. അപ്പയുടെ കാര്യം എനിക്കറിയത്തില്ല. നാരായണി ബാഗ്, അതെ പൈസ ഒക്കെ അവിടെ കിടക്കുന്നേ. ആ വായിക്കത്തിട്ടില്ല.
ഒരു ചന്ദ്രത്തിരി കൃഷ്ണന്റെ വിഗ്രഹത്തോട് ചേർത്ത് വെക്കാതെ കൃഷ്ണനെ പൊള്ളും. ആ പൊള്ളും. അറിയത്തില്ല. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ടാപ്പ് കംപ്ലൈൻ്റ് ആയി, അത് ഒടിഞ്ഞു പോയി. അപ്പോൾ അതൊന്ന് മാറിക്കൊടുക്കാൻ വേണ്ടി പോയതാണ്. ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് പോയി വേറൊരു വീട്ടിൽ ഒരു സർവീസ് ചെറുതാണെങ്കിലും ചെയ്യുന്നത്. ആരും കാണുന്നില്ലോ? കാണുന്നില്ലേ? ഇവിടെ ഉണ്ട്. ഇറങ്ങി വരാതെ വിളിക്കൊന്നും വേണ്ട, താല്പര്യമില്ലാത്തവരൊന്നും വേണ്ട. ബെല്ലടി കേട്ടപ്പോ നിനക്ക് തന്നെ വന്നാലോ? പിന്നെ രാജാവ് വരുമല്ലേന്ന് വെച്ചോണ്ടൊന്ന് പോയേ. ഓക്കെ, എന്നാ നാരായണി പാടി. ഇല്ലടാ, ഇല്ല 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 നാരായണി പാടി. ഇല്ല ഇല്ല. എന്തിനാ ഞാൻ അവളുടെ ഇവിടെ പോയി ആ പൈപ്പ് മാറി കൊടുത്തിരുന്നു. ആരെടുത്ത ആണോ? പിള്ളേരുണ്ടായിരുന്നു നേരത്തെ വന്നു. ആ ശകലം. നമ്മുടെ പൈപ്പിലേ അങ്ങോട്ട് ആ സാധനം അങ്ങോട്ട് കയറുന്നില്ലല്ലോ. ഒറ്റ കട്ടെ അല്ല കയറുന്ന. ഞാനൊക്കെ ഭയങ്കര ഒറ്റ വെള്ളം ചീറ്റുന്ന പോലെ എന്താ നോക്കുമ്പോ തന്നെ അവിടുന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുക. എവിടെ? നമ്മുടെ ഇവിടുന്ന് അത് ഓഫ് ചെയ്തേക്കാം. അത് അറിഞ്ഞു നടക്കുവാന്നത് മൊത്തം. എവിടുന്നാ വെള്ളം ചീറ്റിയേ? ഞാൻ നോക്കി വെള്ളം പോയിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. എവിടെ? ഞാൻ കോഴി അടിച്ചു വന്നപ്പോ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ? പോയിക്കോട്ടല്ല, കുളത്തിലോട്ട് വീണോണ്ടിരിക്കുക വെള്ളം വന്നപ്പോ. അത് കഴിഞ്ഞിട്ട് ഒറ്റ കട്ടോണ്ടാണ് ഞാൻ പോയി നോക്കിയത്. നോക്കിയിട്ട് ഞാൻ പൈപ്പ് കയറ്റി വെച്ചിട്ട് അത് നിൽക്കുന്നൊന്നുമില്ല. പിന്നെ ഓഫാക്കി.